ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഫ് വെച്ചിട്ടുള്ളൊരു സ്ലീവ് ഇങ്ങനെ കൃത്യമായി മെഷർമെൻ്റ് അനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു സ്ലീവിനുള്ള തുണിയാണ് രണ്ടാക്കി ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. 10 ഇഞ്ച് ലെങ്ത്തിലുള്ളൊരു സ്ലീവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ പഫിന് ആവശ്യമായ തുണി കൂടി നീളം കണക്കാക്കി വേണം നമ്മൾ തുണി മടക്കിയിടാൻ. ഞാനിവിടെ 4 ഇഞ്ചാണ് പഫിനായിട്ട് അധികമായി നീളം എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ നോർമൽ സ്ലീവിനുള്ള നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ച് മാർക്ക് ചെയ്ത് എടുക്കണം. ഞാനിവിടെ 10 ഇഞ്ച് നീളം, 7 ഇഞ്ച് കൈ ലൂസും ഓപ്പണിങ് 5 ഇഞ്ചും കണക്കാക്കിയുള്ള ഒരു സ്ലീവിൻ്റെ മാർക്കിങ്ങാണ് ചെയ്യുന്നത്. നോർമൽ സ്ലീവ് എങ്ങനെ മെഷർമെൻ്റ് അനുസരിച്ച് കട്ട് ചെയ്യാം, മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാനിതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അഭിപ്രായം എന്ത് തന്നെയായാലും ഇത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. എന്നാലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാർക്കിങ്ങൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് വെട്ടുന്നില്ല. നമ്മൾ പഫ് സ്ലീവ് ആകുമ്പോൾ ചെറിയ രീതിയിലാണ് വെട്ടുന്നത്. അത് ഞാനവിടെ വെട്ടുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം 4 ഇഞ്ച് അധികമാണ് നമ്മൾ പഫിനായിട്ട് മാർക്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള പഫാണ് ആവശ്യമെങ്കിൽ 2 ഇഞ്ചൊക്കെ ആയാലും മതി. ഇപ്പം അത്യാവശ്യം കുറച്ച് പഫിനുള്ളതാണ് 4 ഇഞ്ച്. കൂടുതൽ പഫ് വേണമെന്നുണ്ടെങ്കിൽ 5-6 ഇഞ്ച് ഒക്കെ കൂട്ടിയെടുക്കാവുന്നേ. ഇനി ഈ അറ്റത്തുനിന്ന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ 2 ഇഞ്ച് മുതൽ 3.5 ഇഞ്ച് ടച്ച് ചെയ്ത് നമ്മുടെ ആദ്യം വരച്ച സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കാണ് നമ്മൾ ചേർക്കുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്കായിട്ട് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഞൊറി വിട്ട് കൊടുക്കുന്നത് എവിടെ നിന്ന് മുതലാണെന്ന് നോക്കാം. അവിടെ ഒരു 2.5 ഇഞ്ച് നമ്മൾ ആദ്യത്തെ ആ സ്ലീവ് മാർക്ക് ചെയ്തതിന് ടച്ച് ചെയ്തതിന് തുടങ്ങി 2.5 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് തുടങ്ങി നമുക്ക് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സ്ലീവിന് നമുക്ക് 4 ഇഞ്ചാണ് ആവശ്യം. അതിൽ 2.5 ഇഞ്ച് നമ്മളിവിടെ നീട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി 1.5 ഇഞ്ച് ഇത്രയും സ്ഥലം ചുരുക്കുകളിട്ട് 1.5 ഇഞ്ചായിട്ട് ചുരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നോർമൽ സ്ലീവിൻ്റെ അതേ ലെങ്ത്ത് ഇവിടെ കിട്ടും. കൈക്കുഴിയുടെ ഭാഗത്തുള്ള നീളം കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പുറം ഭാഗത്തുള്ള മാർക്കിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. എവിടെ നിന്നാണോ ചുരുക്കുകളുണ്ടെന്ന് ആ ഒരു മാർക്കിങ്ങിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കണം. 2 സൈഡിലും ഒരേപോലെ ചുരുക്കുകൾ ഇടാൻ വേണ്ടി അതിന് സഹായിക്കും. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് കൂടി നമുക്കൊന്ന് ചെറിയ കട്ടെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ചെറിയ ചുരുക്കുകളിട്ട് 1.5 ഇഞ്ചായിട്ട് എടുക്കണം. ഇനി ഫ്രണ്ട് കൈക്കുഴി സ്ലീവ് നിർത്തിയിട്ടതിന് ശേഷം ചെറിയ രീതിയിൽ നമ്മൾ ഇവിടുന്ന് മുതൽ കണ്ട അങ്ങനെ ചെറിയ രീതിയിൽ നേരത്തെ നമ്മൾ കുഴിച്ച് വരച്ച ആ ഒരു മാർക്കിങ്ങിലേക്ക് എത്തിച്ച് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കട്ട് ചെയ്തെടുത്ത് ശേഷം നമുക്ക് ചുരുക്കുകളിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഭാഗം മുതൽ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത ഭാഗം വരെ നമ്മൾ ഒരേ രീതിയിൽ ചെറിയ ചെറിയ ഞൊറിവുകളാണ് ഇട്ട് കൊടുക്കുന്നത്. നടുഭാഗത്തുനിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ
ചുരുക്കുകളുടെ എണ്ണം, ഞൊറിവുകളുടെ എണ്ണം ഒരേപോലെ ആയാൽ ഭംഗിയുണ്ടാവുള്ളൂ. ഇപ്പം ഇത് ഞൊറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗം കൃത്യമായിട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നടുവിലൊരു കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മളതൊരു മാർക്കിങ് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു പഫ് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.